ഹലോ ഗേൾസ്, നമ്മളിന്ന് പോണത് ശാർക്കര കാളിയൂട്ട് കാണാൻ പോണ രംഗമാണ്. അപ്പം നമ്മൾ നടന്ന് വലിയടയിലെത്തിയിട്ട് നടന്ന് അമ്പലത്തിലോട്ട് പോകുന്ന രംഗമാണ്. ഭയങ്കര വെയിലിട്ട കട്ട പോസ്റ്റായിട്ട് നടക്കുക. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ അമ്പലത്തിലെത്താറായി. വീഡിയോയാണ്. വഴിയിലൊക്കെ നമ്മൾ ഉത്സവത്തിൻ്റെ അത്ര കടകളും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് കാളിയൂട്ട് പറമ്പ്. നമ്മൾ ഫസ്റ്റ് കണ്ട ഏർനാടൻ ദേവിയിലത്, ഇപ്പുറത്തത് ദാരികൻ്റെത്. പിന്നെ അത്യാവശ്യം ഇതാണ് ശാർക്കര ടെമ്പിളിൻ്റെ കുളം. പിന്നെ ഞങ്ങളവിടെ 4:30 മണി ഒക്കെ ആവും. അപ്പോഴത്തേക്ക് അമ്പലം തുറന്നില്ല. 5 മണിയാവും അമ്പലം തുറക്കാനായിട്ട്. കാളിയൂട്ട് ടൈമിലാണ്. ഇന്ന് ദേവി ഭദ്രകാളി ദേവിയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ അപ്പം ഇത് ആ പറമ്പാണ്. അമ്പലത്തിൻ്റെ ചുറ്റുമതിലിനുള്ള ആണ് ഇത് കാണുന്നത്. അമ്പലം ഇതാണ്. അമ്പലം ശാർക്കര അമ്പലമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ആനയാണ്. അപ്പോൾ പുള്ളിക്കാരെ അവിടെ നിന്ന് കൊമ്പൊക്കെ എടുത്തൊക്കെ കാണിച്ചതാണ് ഒരുങ്ങുന്ന സ്ഥലം, കാളിയൂട്ടിന് ഒരുങ്ങുന്ന സ്ഥലം. അപ്പോൾ പുള്ളിക്കാരവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ പോസ്റ്റായിട്ട് പുള്ളിക്കാരുടെ അടുത്തൊക്കെ പോയി എന്തൊക്കെ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര കാണാം. എന്നാലും നമ്മൾ വിട്ടില്ലല്ലോ. നമ്മളങ്ങനെ പോയി കണ്ട് അടുത്തൊന്നും പോയി കാണത്തില്ല, നമുക്ക് ദൂരെ ഒന്ന് കാണാം. പേരും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പുള്ളിയെ കാണാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് നിൽക്കാം. അപ്പോൾ ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്നുള്ള രീതിയിൽ എടുത്താണ്. ഇതാണ് നമ്മൾ ശാർക്കര ടെമ്പിൾ. ഇത് നമ്മൾ കയറി വരുന്ന കാണുന്ന ഭാഗം. അപ്പം നമ്മൾ അവിടെ ഇത് കാളിയൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ, പക്ഷെ ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു പാനിപ്പൂരിയൊക്കെ മേടിച്ചു. പാനിപ്പൂരി അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും എനിക്കത്ര വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നില്ല. എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പാനിപ്പൂരി കൊള്ളായിരുന്നു. അപ്പം അമ്മയും നാത്തൂനും എൻ്റെ മോളൊക്കെ കഴിച്ച്. പിന്നെ ഇത് മറ്റേ പൊട്ടറ്റോ വെച്ച് ചെയ്യുന്നത്, അതിൽ തണുത്ത് പോയി. അത് എനിക്കത്ര ഇതായിട്ട് പിടിക്കില്ല. ഇത് കോളിഫ്ലവറും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ എടുത്തു. ഇപ്പം ഞാൻ വലിയ കട്ടയായിട്ട് നിന്നും എൻ്റെ സ്ഥലം ആർക്കും വിട്ടു കൊടുക്കില്ല എന്നുള്ള രീതിയിൽ കട്ടയ്ക്ക് നിന്ന്. അപ്പം ഇത് ഈ കാളിയൂട്ടിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് കാളിയൂട്ട് വരുന്നത്. അതാണ് അവിടുത്തെ ദിവസം. പക്ഷേ ഈ തലയ്ക്കും ദിവസം മുടി ഒഴിക്കലുണ്ട്. മുടി ഒഴിക്കൽ കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം നല്ല പേര് മഴ കഴിഞ്ഞിട്ടാണ് ഈ കാളിയൂട്ട് നടക്കുന്നത്. ഒരുപാട് ലേറ്റായി, 6 മണിയൊക്കെ ആയി കാളിയൂട്ട് നടന്നപ്പോഴേക്കും. ബാക്കി കാളിയൂട്ട്
അതിന് ശരിക്കില്ല എന്നുള്ളതാണ് ഈ ആചാരങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം. ഒന്ന് നമുക്കറിയാം, നിരന്തരമായി കത്തുകൊള്ളുകയും ഒരെണ്ണം പോലും അവിടെ നേരിട്ട് കൊള്ളാതിരിക്കുകയും ഈ ഗുണങ്ങൾ മാർഗങ്ങളിലൊന്നാണ് ഈ ആചാരം. അങ്ങനെ നമ്മളെ കാളിയൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ശാരദാവിലാസം സ്കൂളുണ്ട്, അതുവഴിയാണ് നമ്മൾ പോകുന്നത്. റൈപ്പാളയത്തിൻ്റെ അതിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് കയറാം. മെയിൻ റോഡ് വഴി പോയില്ലെന്ന് വെച്ചാൽ അവിടെ അത്രയും ബ്ലോക്കായിരിക്കും. അപ്പം നമ്മൾ ഇതാണ് ശാരദാവിലാസം സ്കൂള്. മിക്കുള്ളവർക്ക് അറിയാം, നല്ല അറിയാം. ഇത് ഏത് ട്രെയിനാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ പാസ് ചെയ്ത് പോയപ്പോൾ ട്രെയിൻ വന്നു. അവിടെ സ്റ്റോപ്പില്ലായിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ കാളിയൂട്ട് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.